ഇത്രയും സ്വത്തു ഞങ്ങൾക്കായി കരുതിയില്ലേ, അപ്പൻ ഞങ്ങൾക്കു ദൈവമാണെന്നറിയേണം. അപ്പന്റെ കാറ്റി ഇപ്പൊ തന്നെ പോയാലോ, സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് എടുത്താലോ. ആഘോഷങ്ങൾ സ്വന്തം മക്കളോടൊത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്കായി ഞങ്ങൾ ഈ പ്രോഗ്രാം സമർപ്പിക്കുന്നു. ഇതെന്താണോ ഒച്ചിനെ പോലെ? ഒന്ന് വേഗം ഓടി വാ എന്റെ മാഷേ. എന്റെ മേജറെ, മിലിറ്ററിയിലായിരുന്നു നിങ്ങൾക്ക് ഓടി നല്ല എക്സ്പീരിയൻസ് കാണും. മാഷായിരുന്നു എനിക്കോ, ക്ലർക്കായിരുന്നു ഇയാക്കോ അങ്ങനെ ഒരു ശീലമില്ലല്ലോ. രാവിലെ കണ്ടപ്പോ തൊട്ട് ചോദിക്കണമെന്ന് ഓർത്താ മേജർ എന്ന് മുതല ഈ സിംഗായത്. ഒറ്റ ഇടിവെച്ചെന്നാണ്ടല്ലോ, ഇത് സിംഗൊന്നുമല്ല. ഇന്നലെ രാത്രി ഒരു അബദ്ധം പറ്റിയതല്ലേ. എന്റെ ഭാര്യ സുമതിക്ക് രാത്രി 12 മണിയായപ്പോ കരിക്ക് കുടിക്കണമെന്നൊരാഗ്രഹം. ഞാൻ താഴെ നിന്ന് തോണ്ടിയതാ, കരിക്ക് വന്ന് തലയിൽ വീണ് നീരായതാ. ആൾക്കാരറിയാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുക. ഭാര്യ പറഞ്ഞത് അനുസരിക്കാൻ പോയിട്ടല്ലേ അങ്ങനെ പറ്റിയത്. ഇപ്പൊ ഇത്രേ പറ്റിയുള്ളൂ. അനുസരിച്ചില്ലായിരുന്നു ചെങ്കി അവളുടെ കയ്യിൽ ഇതിലും വലുത് കിട്ടിയാനെ. എന്റെ കൂടെ ഓടാൻ വരുമ്പോ മാത്രമുള്ള പ്രശ്നം. രാവിലെ പെണ്ണുമുള്ള ചൂലും കെട്ടെടുത്ത് ഓടിക്കുമ്പോ ഓടുന്നത് ഞാൻ കാണാറുള്ളതാ. അത് പിന്നെ പട്ടി കടിക്കാൻ വന്ന് ആരാ ഓടാത്തല്ലേ? പെണ്ണുപിള്ളയുടെ കാര്യം പറഞ്ഞപ്പോഴാ അന്നക്കുട്ടിയുടെ കാര്യം ഓർത്തത്. ഏതന്നക്കുട്ടി? നമ്മുടെ കൂടെ കോളേജിൽ ഒന്നിച്ച് പഠിച്ച അന്നക്കുട്ടിന്നേ. ആ ധാവണിക്കാരി അന്നക്കുട്ടി, എന്റെ പ്രേമഭാജനമായിരുന്ന ആ അന്നക്കുട്ടി, എന്റെ ജീവന്റെ ജീവനായിരുന്ന ആ അന്നക്കുട്ടി, എന്റെ മാത്രം അന്നക്കുട്ടി. എന്താ സ്വപ്നം കാണുവാണോ? അല്ലേ, ഞാനാ നമ്മുടെ പഴയ അന്നക്കുട്ടിയെ കുറിച്ച് ഓർത്തുപോയി. എന്റെ പൊന്നു മാഷേ, അന്നക്കുട്ടിയില്ലേ, അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഈ മാഷുമായിട്ട് പ്രേമത്തിലായതിനു ശേഷം അവള് വേറെ ആരുമായിട്ടാ പ്രേമത്തിലായെന്ന് അറിയാമോ? ഈ മേജർ ബാലനുമായി. വാഗമരങ്ങളോ യൂക്കാറ്റ്സ് മരങ്ങളോ ഇല്ലാത്ത കോളേജ് ക്യാമ്പസിൽ ആകെയുള്ള തെങ്ങിൻ തോപ്പിലൂടെ ഞങ്ങൾ കൈകൾ കോർത്തുപിടിച്ച് എത്രയോ പ്രണയഗാനങ്ങൾ പാടിയിരിക്കുന്നു. ആ നിഷ്കളങ്കയായ അന്നക്കുട്ടിയെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ജീവനായ അന്നക്കുട്ടി, എന്റെ പ്രിയപ്പെട്ട അന്നക്കുട്ടി, എന്റെ ഞാൻ എന്റെ അന്നമ്മയെ കുറിച്ചൊന്ന് ആലോചിച്ചു പോയി. ഇപ്പോഴും എന്റെ മനസ്സിൽ എപ്പോഴും അന്നാമ തന്നെയാണ്. അതിർത്തിയിൽ ശത്രുക്കൾക്ക് നേരെ ഓരോ വെടി ഉതിർക്കുമ്പോഴും എന്റെ മനസ്സിൽ അന്നാമ മാത്രമായിരുന്നു. 1947 കാശ്മീരിൽ വെച്ച് ഭീകരരുടെ നെഞ്ചിലേക്ക് ഞാൻ വെടിവെച്ചപ്പോഴും എന്റെ മനസ്സിൽ അന്നാമ മാത്രമായിരുന്നു. അതുപോലെ തന്നെ 1982 പഞ്ചാബിൽ വെച്ച് തീവ്രവാദികളുടെ തലയേർത്ത് ഞാൻ താഴ്ത്തിട്ടപ്പോഴും എന്റെ മനസ്സിൽ അന്നാമ മാത്രമായിരുന്നു. പിന്നെ 1983 4 ഡൊറാഡൂണിൽ ഒന്ന് നിർത്തന്റെ മേജറെ. മേജറിന് വീരവാദം പറയാൻ പാവ എന്റെ അന്നാമ്യതിനെ കൂട്ടുപിടിക്കുന്നേ. ആ പാവം, അവളിപ്പോ ഏത് കോന്നന്റെ കൂടെയാണ് ആവോ നരയിക്കണത്? ഈ കോന്നന്റെ കൂടെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? വടക്കേ വീട്ടിലെ കറിയാച്ചന്റെ മകൾ അന്നാമയല്ലേ? ആ സെന്റ് സ്റ്റീഫൻ കോളേജിൽ പഠിച്ച അന്നാമ. അതെ, നല്ല വെളുത്തു സുന്ദരി അന്നാമ. നീണ്ട മുടിയുള്ള ഉണ്ട കണ്ണുള്ള അന്നാമ. നിങ്ങളോട് രണ്ടുപേരോടുള്ള പ്രണയം കഴിഞ്ഞ് അവൾ എന്റെ തലയിലാണ് തൂങ്ങിയത്. എടാ ദുഷ്ടന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവളെ ഒന്ന് കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. അത് ശരി, അപ്പൊ ഞങ്ങള് പ്രേമിച്ച അന്നാമ തന്നെയാണല്ലേ ഈ പച്ചൻ കെട്ടിയിരിക്കുന്നത്? അപ്പൊ മേജറുടെ ഭാര്യയോ? മനസ്സിലായി. ഒരു മിനിറ്റ്.
ഹലോ യെസ് ഓക്കെ 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 ആരാ? പെണ്ണുമ്പിള്ളയാ പെട്ടെന്ന് ചെല്ലാൻ അരി അടപ്പത്തിടാനാന്ന്. അതൊക്കെ എന്റെ ഭാര്യ. ഞാൻ അടുക്കള പണി ചെയ്യുന്ന കണ്ട എന്റെ ഭാര്യക്ക് സഹിക്കൂല. കണ്ട് സഹിക്കാൻ പറ്റാതെ അവള് വല്ല സിനിമക്കാൻ പറ്റാ പോവും. അതാ പതിവ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും അന്നാമ്മ എപ്പോഴും ചിരിയും കളിയാ. ആണോ? അന്നാമ്മ കലയെടുത്ത് എറിഞ്ഞു കഴിയുമ്പോ കൊണ്ടില്ലെങ്കിൽ ഞാൻ ചിരിക്കും, കൊണ്ടു കഴിഞ്ഞാൽ അവള് ചിരിക്കും. അതുപോലെ നേരെ തിരിച്ചു. ഞാൻ ചൂലെടുത്ത് അന്നാമ്മ അടിച്ചു കഴിയുമ്പോ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കും, കൊണ്ടില്ലെങ്കിൽ അവള് ചിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചിരിയും കളിയും മേളമാ. വന്ന് കാണണം. ഇപ്പച്ചന് എത്ര മക്കളാ? ആവശ്യത്തിലധികം മക്കളുണ്ട്. പക്ഷെ പലരും പല നാട്ടില. ഒന്ന് കാണാൻ വിചാരിച്ച ഒരെണ്ണം പോലും തിരിഞ്ഞു നോക്കുകയില്ല. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സങ്കടം. കഴിഞ്ഞ ഓണത്തിൽ എന്റെ മക്കളും വന്നില്ല. പക്ഷേ ഞാനൊരു ഐഡിയ പ്രയോഗിച്ചു. അങ്ങനെയാണ് ആ ഐഡിയ എനിക്കൊന്ന് പറഞ്ഞ പറഞ്ഞുതരാം. അത് കൊള്ളാം. ഇത് ഞാൻ തകർക്കും. എടുത്താലോ അപ്പന്റെ കാറ്റ് ഇപ്പൊ തന്നെ പോയാലോ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് എടുത്താലോ. അയ്യോ അയ്യോ, അപ്പനിപ്പൊ ചത്തുപോടാ. വേഗം ആശുപത്രി കൊണ്ടുപോടാ. എടാ അപ്പന് വയ്ക്കുന്നത് നീ പോയി വക്കീലിനെ വിളി. അപ്പന് വയ്യാതിരിക്കുമ്പോ വക്കീലാണ് വിളിക്കുന്നത്. ഡോക്ടറെ വിളിയടാ. എടാ നീ വക്കീലിനെ വിളിച്ചോണ്ട് വാ. എടാ അപ്പം മരിക്കും. അതിനു മുമ്പ് സ്വത്തുമൊത്തം എഴുതി മേടിക്കണ്ടേ? ഇപ്പൊ എഴുതി മേടിക്കുന്നത് അപ്പം തട്ടിപ്പോ. ഡോക്ടറെ വിളി. നിങ്ങൾ ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഞാനെല്ലാം അറേഞ്ച് ഇതുകൊണ്ടേ പോത്തുള്ളൂ. നിനക്കൊരു കുന്തവും തരത്തില്ല. തലയുള്ള ശ്രീധരൻ തന്നെ. നീ പോടാ അവിടുന്ന്. നീ പോടാ. എടാ നിങ്ങളെല്ലാരെയും ഞാൻ വിളിപ്പിച്ചതേ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് അങ്ങ് എഴുതി തരാൻ വേണ്ടി. അതിന് ഞാൻ വക്കീലിനെ ഏർപ്പാട്
അയ്യോ ഉള്ളതെല്ലാം വാരിക്കോരി എല്ലാവർക്കും തന്നിട്ടപ്പൻ ചിന്തിക്കുന്നതെന്താണെന്ന് ചൊല്ലപ്പാ ചുമ്മാ നുണ പറഞ്ഞെഴുതിയതെല്ലാം എവിടെന്ന് എടുത്തിട്ട് തരുമെന്ന് ചിന്തിച്ചതാ മക്കൾക്കിട്ടപ്പൻ പണിഞ്ഞല്ലേ മുതുപാര അപ്പൻ ഞങ്ങളെ ചതിക്കുന്നു കരുതിയില്ല മരിക്കും മുമ്പ് മക്കളൊക്കെ അടുത്തു വരാൻ ഇതല്ലാതെന്ത് മാർഗമുണ്ട് ഈ നാട്ടിൽ മരിക്കും മുമ്പ് മക്കളൊക്കെ അടുത്തു വരാൻ ഇതല്ലാതെന്ത് മാർഗമുണ്ട് ഈ നാട്ടിൽ. അച്ഛനമ്മമാരുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാത്ത മക്കളോട് ഒരു വാക്ക്. നാളെ നിങ്ങളുടെ അവസ്ഥയും ഒരുപക്ഷേ ഇതാകും.